ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ മഴയൊക്കെ കുറഞ്ഞല്ലേ? മഴ കാരണം പ്രശ്നം അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. ദുരിതത്തിൽ കിടന്നതെന്ന് തന്നെ സത്യം പറഞ്ഞാൽ പറയാം. മണ്ണിടിച്ചിലും അല്ലാണ്ട് വെള്ളപ്പൊക്കമായിട്ട് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എന്താണെങ്കിലും നമ്മുടെ മഴയൊക്കെ കുറഞ്ഞു. ഇവിടെയും മഴയൊക്കെ കുറഞ്ഞു. ഇവിടെ അധികം മഴ അങ്ങനെ ഇല്ലായിരുന്നു, എങ്കിലും മഴയൊക്കെ കുറഞ്ഞു. നല്ല വെയിലാണിപ്പോൾ. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ പേഴ്സണൽ വീഡിയോസ് അങ്ങനെ ഇടാറില്ല. മെയിനായിട്ട് ഇടുന്നത് വീഡിയോ ആണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. വീഡിയോ റീസെൻ്റ്ലി ഞാൻ ഒരു 2-3 യുടെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് എന്നോട് വന്ന ചോദ്യം എങ്ങനെയാണ് ഈ ഷോർട്സിനെ ലോങ് വീഡിയോയിലേക്ക് മാറ്റിയത്, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന്. വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മളെ യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമാണ്. അതിന് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മുടേതായിട്ട് ജെന്യുവനായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ് യൂട്യൂബ്. ഈ യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ക്യാഷൊന്നും പോകത്തില്ലല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോ ഇടാൻ തുടങ്ങിയതും അങ്ങനെയാണ്. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഷോർട്സ് സെലക്ട് ചെയ്തിട്ട് അവിടെ അന്നേരം മുകളിൽ തന്നെ ഒരു സ്റ്റാർ മാർക്ക് കാണും. ആ വഴിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൂടാണ്ട് ആ ഷോർട്സ് എന്ന് പറയുന്നത് വെറും 10 സെക്കൻഡാണ്. അപ്പോൾ ഈ 10 സെക്കൻഡ് വീഡിയോ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ ക്രിയേറ്റ് വീഡിയോ എന്നൊരു ഓപ്ഷനിൽ എന്തൊക്കെയാണോ പറയുന്നത് ആ ഓപ്ഷൻസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മളൊരു കണ്ടൻറ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ആ കണ്ടൻറ്റിനനുസരിച്ച് അവരൊരു ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ആയിട്ട് തരുവാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് സക്സസ്ഫുള്ളി റണ്ണായിട്ട് വരും, ചിലപ്പോൾ അത് 100% ആവില്ല, പിന്നെ വീണ്ടും അടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത ഈ 10 സെക്കൻഡ് ചെയ്യുന്ന വീഡിയോയെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യണം. ആദ്യം സേവ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമുക്ക് ഈ ലോങ് വീഡിയോ ആയിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെ നമുക്കൊന്ന് കണ്ടാലോ? ഫസ്റ്റ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ആ എന്ന് എഴുതിയിട്ടുള്ളിടത്ത് നമ്മുടെ ചാനലാണ് വരുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അവിടെ നമ്മുടെ ചാനലാണ് വരുന്നത്. അത് നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പേജ് വരും. അവിടെ നമ്മൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഷോർട്സിൻ്റെ അടുത്ത് സ്ക്രീൻ താഴെ ഒരു പ്ലസ് മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേജ് ഓപ്പൺ ആകും. അന്നേരം മുകളിലൊരു സ്റ്റാർ മാർക്കുണ്ട്. ആ സ്റ്റാർ മാർക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. അവിടെ നമുക്ക് എന്താണോ കണ്ടൻറ്റ് വേണ്ടത് അതവിടെ അടിച്ചു കൊടുക്കുക. അതവിടെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ കാണിക്കും. ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കാണിക്കും, ചിലപ്പോൾ ടെമ്പററിലി അൺഅവൈലബിൾ എന്നൊക്കെ കാണിക്കും. അന്നേരം നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും ട്രൈ ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെ ലോഡിങ് തന്നെ ആയിട്ട് ഒരു 100% കാണിക്കും. 100% കാണിച്ചു കഴിയുമ്പോൾ അവർ നമുക്കുള്ള വീഡിയോ തരും. ചില സമയത്ത് നമ്മുടെ വീഡിയോ ഇങ്ങനെ 95% ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അത് കാര്യമാക്കണ്ട, അത് 100% ലോഡിംഗ് ആയി വരും കേട്ടോ. നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാതിരുന്നാൽ മതി. ഇത് നമ്മുടെ വീഡിയോ ലോഡിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. നമ്മൾ എന്താണോ അടിച്ചു കൊടുക്കുന്നത്, ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അടിച്ചു കൊടുത്താൽ മതി, വീഡിയോ വരും. എന്നിട്ട് നമ്മളത് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യണം. അതൊക്കെ കണ്ടോ, അവിടെ തന്നെയാണ് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യുന്ന ഓപ്ഷൻ. ഇനി നിങ്ങൾക്കിത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ നെക്സ്റ്റ് അടിച്ച് ഡയറക്റ്റ് ക്യാപ്ഷനൊക്കെ കൊടുത്തങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ. ലോങ് വീഡിയോ ചെയ്യാനാണെങ്കിൽ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ക്രിയേറ്റ് വീഡിയോ ആണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്തൊരു ഓപ്ഷനുണ്ട്, സേവ് ഡിവൈസ്. അതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാലറിയിലാണ് പോയി കിടക്കുന്നത്. ആ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ ഏത് ആപ്പിലാണോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. എന്നിട്ട് ആ ഇൻഷോട്ട് എന്നുള്ളത് നമ്മൾ കളയണം, ഇല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇൻഷോട്ടിലാണ് നമ്മൾ എഡിറ്റ് ചെയ്തതെന്ന്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻഷോട്ട് എന്നുള്ളത് പോകും. ചിലപ്പോൾ ഒരു പരസ്യമൊക്കെ വരും, പക്ഷേ കുഴപ്പമില്ല, അത് പൊയ്ക്കോളും. അത് കഴിഞ്ഞ് നമ്മൾ ഈ 16.9 നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ സൈസ്, അത് നമ്മൾ ക്യാൻവാസിൽ പോയി കഴിയുമ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ സൈസ് അവരുടെ തല വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ എന്താണോ മെയിനായിട്ടുള്ള അന്നേരം വരുന്നത് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അതുകൊണ്ട് ക്യാൻവാസ് എന്നുള്ളതാണ് ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ. പിന്നെ നമ്മളൊരു വീഡിയോ അടുത്തൊരു പുതിയ വീഡിയോ എടുക്കണമെങ്കിൽ ഈ കാണുന്ന പ്ലസ് മാർക്ക് എടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ സാധാരണ ഷോർട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ 3.4 എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഈ ലോങ് വീഡിയോയ്ക്ക്, അതായത് ലോങ് വീഡിയോ ലാൻഡ്സ്കേപ്പിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അവർ സമ്മതിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്.
എന്നിട്ട് നമ്മൾ ആ എക്സ്പോർട്ട് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആവും, നമ്മുടെ ഗാലറിയിൽ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ബായ്.